ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മി, ആറ്റിക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, AR College of Engineering and Technology, near Kuttalam, Tamil Nadu. AICTE approved, affiliated to Anna University, Chennai. Courses offered: UG courses, BE Mechatronics, BE Civil Engineering, BE Computer Science and Engineering, BE Electronics and Communication Engineering, BE Mechanical Engineering, BE Electrical and Electronics Engineering, BE Automobile Engineering. PG courses: ME Applied Electronics, ME Computer Science and Engineering, ME Power Electronics, ME Structural Engineering, ME Computer Aided Design. For admission contact AR Information Center, Chowk Road, Punalur. Phone 9562023444. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. അന്ധവിശ്വാസികളുടെ നാടായി കേരളം മാറിയെന്ന് VS അച്യുതാനന്ദൻ. മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഗ്രന്ഥശാലകൾക്ക് കഴിയുമെന്നും VS. ചിട്ടിതട്ടിപ്പ് കേസിലെ പ്രതി അഞ്ചൽ സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ഉമാമഹേശ്വരി ചിട്ടിഫണ്ട് ഉടമ വിജയകുമാർ. യുവാവിനെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പനയഞ്ചേരി സ്വദേശി മണിക്കുട്ടൻ. പാലരുവിക്ക് പുതുജീവൻ. വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി വെള്ളിയാഴ്ച തുറന്നുകൊടുത്തു. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന നാടായി കേരളം അധപതിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കലയനാട് പബ്ലിക് ലൈബ്രറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാര്യം പറയാനുമില്ല. ഉയർന്ന വിദ്യാഭ്യാസവും മാന്യമായ ജോലിയും ഉന്നത ജീവിത നിലവാരവും ഒക്കെ പുലർത്തുന്നവരാണ് അന്ധവിശ്വാസ ജടിലമായ ജീവിതം നയിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രം. ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോൾ ചെകുത്താന്റെ നാടായി മാറുകയാണോ എന്ന് ചില കോണുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മദ്യ ഉപഭോഗം നടത്തുന്ന സംസ്ഥാനം ഇപ്പോൾ കേരളമാണ്. ആത്മഹത്യയുടെ കാര്യത്തിലും നാം മറ്റ് സംസ്ഥാനങ്ങളെ പിന്നിലാക്കി കഴിഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ കാര്യത്തിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മുൻപിൽ. ഗ്രാമങ്ങളുടെ പുരോഗതിയിൽ വളരെയേറെ സംഭാവനകൾ നൽകാൻ വായനശാലകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രന്ഥശാലകളുള്ള പ്രദേശങ്ങളിലാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാറുള്ളത്. കൂടുതൽ ഗ്രന്ഥശാലകൾ നാട്ടിൽ ഉയർന്നു വരണമെന്നും അതുമൂലം പ്രദേശത്ത് പുരോഗതി ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ പ്രശ്നങ്ങളോ രാഷ്ട്രീയ സമസ്യകളോ ഒന്നുമില്ല ഇന്നത്തെ തലമുറയെ കാര്യമായി സ്പർശിക്കുന്നതായി തോന്നുന്നില്ല. വേഷഭൂഷാദികളും ഗംഭീര ഭംഗികളിലും മാത്രം അഭിരമിച്ചു നടക്കുന്നവരായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. വർണ്ണക്കുറികൾ ചാർത്തി കൈകളിൽ വർണ്ണച്ചരടുകള് കെട്ടുന്നത് ആചാരമോ അനുഷ്ഠാനമോ പോലെ സാധാരണയായി പണ്ടുകാലത്തെല്ലാം ഇത്തരം ചരടുകൾ ആരും കാണാതെ ശരീരത്തിൽ ഒളിപ്പിച്ചു കെട്ടുകയായിരുന്നു പതിവ്. ഇപ്പോൾ അത് എല്ലാവരും കാണണമെന്ന് മട്ടിൽ കൈത്തണ്ടിൽ കെട്ടുകയാണ് ചെയ്യുന്നത്. കാതിലും കഴുത്തിലും സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നതിലും അത് മാലോകർക്ക് കാഴ്ച പ്രദർശിപ്പിക്കുന്നതിലും ചെറുപ്പക്കാർക്ക് കൗതുകം ഏറെയാണ്. ഇങ്ങനെ അണിഞ്ഞുകെട്ടി നടക്കുന്ന ചെറുപ്പക്കാരിൽ മഹാഭൂരിപക്ഷവും സാമൂഹ്യ പ്രശ്നങ്ങളിൽ മിക്കവാറും നിരക്ഷരരാണ് എന്നതാണ് സത്യം. കോലാഹലങ്ങളിൽ പോകുന്നു എന്നല്ലാതെ സാമൂഹ്യ പ്രശ്നങ്ങളിൽ അർത്ഥപൂർണമായ ഇടപെടലുകൾ നടത്തുന്നതിൽ ഇക്കൂട്ടർ കാര്യമായൊന്നും ചെയ്യുന്നില്ല. യഥാർത്ഥ ജീവിതമോ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോ ഇവർ കാണാതെ പോകുകയാണ്. കാണുന്ന ജീവിതമാകട്ടെ ആഘോഷ പെരുമകളുടെ കെട്ടുകാഴ്ചകൾ മാത്രമാണ്. ഒരു തലമുറ തന്നെ ഇങ്ങനെ പൊങ്ങുതരി പോലെ ജീവിതം അറിയാതെ പോകുന്നു എന്ന ആശങ്ക സജീവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ലൈബ്രറികളും അവ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്ന കൂട്ടായ്മകളും പ്രസക്തമാവുകയാണ്. ഗ്രന്ഥശാലകളെ ഗ്രാമീണ വായനശാലകളെന്നാണ് വിളിക്കുന്നത്. ഗ്രാമങ്ങളുടെ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റത്തിന് നൽകുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് ലൈബ്രറികളെ ഇങ്ങനെ വിളിക്കുന്നത്. ലൈബ്രറികൾ കേന്ദ്രീകരിച്ച് ചർച്ചകളും സംവാദങ്ങളും സജീവമായ കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം ചർച്ചകൾ കുറഞ്ഞു വരികയാണോ എന്ന് സംശയമുണ്ട്. ഇത് നമുക്ക് വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് KA ലത്തീഫിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അഡ്വക്കേറ്റ് K രാജു MLA മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, K ധർമ്മരാജൻ, യമുന സുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിപക്ഷ നേതാവിനെ കാണാൻ നൂറുകണക്കിന് നാട്ടുകാരും ഇടതുപക്ഷ പ്രവർത്തകരും പ്രദേശത്ത് എത്തിയിരുന്നു. വിപ്ലവാഭിവാദ്യങ്ങളോടെയാണ് VSനെ നാട്ടുകാർ സ്വീകരിച്ചത്. ശ്രീ VS അച്യുതാനന്ദൻ ന്യൂസ് ബ്യൂറോ, പുനലൂർ. വീട്ടുമുറ്റത്ത് കിടന്നിരുന്ന കാർ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തതായി പരാതി. പിറവന്തൂർ തച്ചക്കുളം രതീഷ് ഭവനിൽ കമലാസനന്റെ കാറാണ് വെള്ളിയാഴ്ച പുലർച്ചെ അക്രമികൾ തകർത്തത്. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. വീട്ടുകാർ ഉറക്കമാണെന്ന് ഉറപ്പുവരുത്തിയ അക്രമികൾ വലിയ പാറക്കഷ്ണം ഉപയോഗിച്ച് കാറിന്റെ മുൻവശത്തെ ചില്ല് ഇടിച്ചു തകർക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് ആക്രമണം നടത്തിയതെന്ന് വാഹനോടമ പറഞ്ഞു. ഇത് മുൻവൈരാഗ്യം ചെയ്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരിക്കലും കാലിലെടുത്ത് എറിഞ്ഞാൽ ഇതുപോലെയുള്ള പാടുകൾ കാലുകൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. കല്ല് വെച്ച് ബലത്തോടുകൂടി ഇടിച്ച് പൊട്ടിച്ച് അത്രയും പ്രഷറുള്ളൊരു ഗ്ലാസ് അടിച്ച് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊന്നും ഇതുപോലെ കാറുകളുണ്ടെങ്കിൽ അവിടെ ഒന്നും ഇതുപോലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല.
പക്ഷേ ഇത് മനഃപൂർവ്വം ഇവിടെ വന്ന് താമസിക്കുന്ന, ഇവിടെ വന്ന് ഇന്നലത്തെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇവിടെ വന്ന മനഃപൂർവ്വം ഈ വണ്ടി ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ രാത്രി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് 3 മണിയായപ്പോൾ, രാത്രി 3 മണിക്കാണ് സംഭവം നടക്കും. കാരണം 1 മണി വരെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്ത് അത്രയും നേരം അതുവരെ ഒരു പ്രശ്നങ്ങളില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ വീട്ടുകളിലെ ആൾക്കാർ പറയുന്നത് ഈ 3 മണി സമയത്ത് ബൈക്കിലെ അലർച്ചയോടെ കൂടി പോയി സൗണ്ട് ഗ്ലാസ് പൊട്ടുന്ന സൗണ്ടിന് ശേഷം അലർച്ചയോടുകൂടി ബൈക്കിൽ 2 പേര് പോയായിട്ട് അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ പറയുകയും ചെയ്തു. പ്രദേശത്ത് രാത്രികാലങ്ങളിൽ മദ്യപരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു. പുനലൂർ പത്തനാപുരം പോലീസിന്റെ അതിർത്തി പ്രദേശമായതിനാൽ കാര്യമായ പെട്രോളിംഗ് നടക്കുന്നില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. വാഹന ഉടമയുടെ പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CITU നേതൃത്വത്തിൽ മെയ് 30 നടക്കുന്ന കളക്ടറേറ്റ് ഉപരോധത്തിന്റെ പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. CITU ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് കളക്ടറേറ്റ് ഉപരോധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് CITUവിന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മെയ് 30 നടക്കുന്ന കളക്ടറേറ്റ് ഉപരോധത്തിന്റെ പ്രചരണ ജാഥയ്ക്കാണ് പുനലൂർ സ്വീകരണം നൽകിയത്. ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ബിനു, നെന്മാറ തൊഴിലാളി യൂണിയൻ ST കമ്മിറ്റിക്ക് വേണ്ടി O നൂറുദ്ദീൻ, ഹെഡ്ലോഡ് മണിയാർ യൂണിറ്റിന് വേണ്ടി ദേവരാജൻ, മുക്കടവ് മണൽ യൂണിറ്റിന് വേണ്ടി O ഹനീഫ, മലക്കര യൂണിറ്റിന് വേണ്ടി സലാവുദ്ദീൻ. CITU ജില്ലാ പ്രസിഡന്റ് തുളസീധരക്കുറുപ്പാണ് ജാഥ ക്യാപ്റ്റൻ. വെള്ളിയാഴ്ച വൈകിട്ട് പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ 4 വർഷത്തിനിടയിൽ 5 തവണ ബസ് ചാർജും കൂട്ടി. വണ്ടി ഒരെണ്ണം പോലും പുതുതായിട്ട് ഇറക്കിയില്ല. സ്വകാര്യ മുതലാളിമാരായിട്ടുള്ള ആളുകൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പും എക്സ്പ്രസും എല്ലാം ഓടിക്കാനുള്ള അനുവാദങ്ങൾ കൊടുത്തു. KSRTC നഷ്ടമായി പണമില്ല. അതുകൊണ്ട് KSRTCയുടെ പെൻഷൻ പറ്റ തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാതെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്ട് അടച്ചുപൂട്ടപ്പെടുന്നതിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതിന് പരിഹാരമാർഗം എന്ത്? ഈ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്താണ്? ഈ UDF സംവിധാനം ഇരിക്കുന്നിടത്തോളം കാലം KSRTC രക്ഷപ്പെടുവോ? CITU പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ചെറിയാൻ അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗം ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. CPM നേതാക്കളായ അഡ്വക്കേറ്റ് ലാലാജി ബാബു, MA രാജഗോപാൽ, NB ജോൺ, R ഗുരുദാസ്, P സജി, S ബിജു, R പ്രസാദ്, ശരൺ ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിട്ടി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചൽ ഉമാമഹേശ്വരി ചിട്ടി ഉടമ വക്കമുക്ക് വിജയഭവനിൽ വിജയകുമാറിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഇടപാടുകാരുടെ ലക്ഷക്കണക്കിന് രൂപയുമായി മുങ്ങിയ ഉമാമഹേശ്വരി ചിട്ടിയുടമയെ തിരുവനന്തപുരത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 6 മാസം മുൻപ് ചിട്ടി കിട്ടിയ പണം ലഭിക്കുന്നില്ല എന്ന് കാണിച്ച് ഇടപാടുകാരിൽ ചിലർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ, ഇളമ്പൽ, നെടുമങ്ങാട് എന്നിവിടങ്ങളിലുണ്ടായിരുന്ന ബ്രാഞ്ചുകൾ പൂട്ടി വിജയകുമാർ ഒളിവിൽ പോവുകയായിരുന്നു. ഒളിവിൽ പോയ വിജയകുമാർ ഉപയോഗിച്ചു വന്ന പുതിയ സിം കാർഡിനെ കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഞ്ചൽ SI CK മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന് തിരുവനന്തപുരത്ത് നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. സ്റ്റൈൽ ബാത്ത്, ക്ലാസി സാനിറ്ററി വെയർസ്, from the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur.
ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോൺടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൻ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്, പുനലൂർ. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. 18ാമത് പത്തനാപുരം സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷനും പരിശുദ്ധ ദിദിമോസ് ഒന്നാമൻ വലിയ ബാവയുടെ 1ാം ഓർമ്മ പെരുന്നാളിനും ദേറാക്കുന്നിൽ തുടക്കമായി. കൺവെൻഷന്റെ ഭാഗമായി 25-ന് വൈകുന്നേരം 5:30-ന് ഭക്തിനിർഭരമായ റാസയും നടക്കും. നൂറുകണക്കിന് വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി പരിശുദ്ധ ബസേലിയസ് മർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണവും വചനമാകുന്ന ഊർജവും കൊടുത്ത് വേദനിക്കുന്നവരുടെ വേദന ഒപ്പുന്ന ഒരു വലിയ വേദിയായിരുന്നു അന്ന്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച വേദി. ഒരു കൺസുലേഷന്റെ, സമാശ്വാസത്തിന്റെ വേദിയായി ആ വേദി രൂപാന്തരപ്പെട്ടു. ഈ സെൻട്രൽ കൺവെൻഷൻ ഒരു സമാശ്വാസത്തിന്റെ വേദിയായി ഭവിക്കണം. അങ്ങനെയാണ് ഈ 18 വർഷവും നിലനിന്നിരുന്നത്.
അടൂർ കുമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം അധ്യക്ഷത വഹിച്ചു. വിവിധ ഇടവകളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. 25 വൈകിട്ട് 5:30 മാർ ലാസറസ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ കല്ലിങ്കടവ് കുരിശടിയിൽ നിന്നും ഭക്തിനിർഭരമായ റാസയും സമാപന ദിവസമായ 26 രാവിലെ കാതോലിക്ക ബാബയുടെ മുഖ്യ കാർമ്മികത്തിൽ കൂനിന്മേൽ കുർബാനയും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡായ ചാലിയക്കരയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡായ ചാലിയക്കരയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ ഓഡിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2014-15 വാർഷിക പദ്ധതി പ്രകാരം 20 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് വാർഡിൽ നടപ്പിലാക്കിയത്. വാർഡ് മെമ്പർ കെ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ചെറുകടവ് വാർഡ് മെമ്പർ സി ചെല്ലപ്പൻ, ജെസി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി മൺസൂണിനെ വരവേൽക്കാം ക്യാമ്പയിന്റെ സമാപന ചടങ്ങും ജൈവ വൈവിധ്യ ദിനാചരണവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ കൊലയൊക്കെ പടല വിരിഞ്ഞു കഴിയുമ്പോൾ കൂമ്പൊടിച്ചു കഴിയുമ്പോൾ ഒരു ചെറിയൊരു അമോണിയ ഇടയിലുണ്ട്. അമോണിയ ഇടുന്നത് വാഴ പിന്നെ നടക്കാനല്ല, അത് കായ്ക്ക് വലിപ്പം വരാൻ, തൂക്കമായാലും കാണുമ്പോൾ അത് ആകർഷിച്ച് മേടിക്കാനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ തന്നെ പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ചില കീടങ്ങൾ കൂപ്പിൽ വെച്ചിട്ട് കൊലച്ച് കഴിഞ്ഞതിന് ശേഷം അമോണിയ പോലുള്ള വളം ഇടുക, ഇതെല്ലാം ഈ കായ്ക്കകത്തേക്ക് വരികയും നമ്മൾ മേടിച്ച് വലുത് നോക്കിയിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്തതിന്റെ പേരിലാണ് രോഗങ്ങൾ എന്ന് തന്നെ പിടിയിൽ നമ്മുടെ നാട് ഇപ്പൊ ഏതാണ്ട് അകപ്പെട്ടു പോയിരിക്കുന്നത്. ഇപ്പൊ ക്യാൻസർ രോഗികൾ തന്നെ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആശാ ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിഴക്കൻ മേഖലയിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ലോക ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ജലസംരക്ഷണത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, ലതാ സി നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജി രാധാമോഹൻ, ആർ ആരോമലുണ്ണി, ഏലിയാമ്മ ടീച്ചർ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, BPO സൌമ്യ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. യുവാവിനെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പനയഞ്ചേരി കാര്യറ വീട്ടിൽ മണിക്കുട്ടനാണ് മരിച്ചത്. അഞ്ചൽ പനയഞ്ചേരി ക്ഷേത്രക്കുളത്തിൽ രാവിലെ ക്ഷേത്രം ജീവനക്കാരാണ് ജഡം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നും ചിറയിൽ വീണ് മരിച്ചതാകാം എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കരുതുന്നതെന്നും അഞ്ചൽ SI CK മനോജ് അറിയിച്ചു. അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്ഥിരീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾസുക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ
നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ തികഞ്ഞ അച്ചട പരിചയസമ്പന്നരായ അധ്യാപകർ, 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NPPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ പുനലൂർ. ഫോൺ 0472527100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്. അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാജ. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പെണ്ണ് എവിടുന്നാന്ന്? ലക്നൗ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ 7 എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. KMK ആയുർവേദ കമ്മ്യൂണിറ്റി കോളേജ്, KMK ഹോസ്പിറ്റൽ കോംപ്ലക്സ്, കുന്നിക്കോട് PO, കൊല്ലം. 1 വർഷം കൊണ്ട് ജോലി നേടുവാൻ ആയുർവേദ നഴ്സിംഗ് 62 വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ഡോക്ടർ K മൊയ്തീൻ കുഞ്ഞിലബയുടെ മേൽനോട്ടത്തിൽ കുന്നിക്കോട് KMK ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ 13 വർഷമായി ആയുർവേദ നഴ്സിംഗ് ആൻഡ് പഞ്ചകർമ്മ കോഴ്സ് നടത്തിവരുന്നു. ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നു. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, തൂക്കുപാലത്തിന് സമീപം, പുനലൂർ. ഹോമിയോപ്പതി വിഭാഗത്തിൽ ഡോക്ടർ KT തോമസ്, ഡോക്ടർ രഞ്ജിത്ത് തോമസ്. അലോപ്പതി ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ VS പോറ്റി, ഡോക്ടർ സിമി രഞ്ജിത്ത്, ENT സ്പെഷ്യലിസ്റ്റ് ജോ ബാബു എന്നിവരും. മദ്യാസക്തിക്കും മാനസിക വൈകാരിക പ്രശ്നങ്ങൾക്കുമായി ഡോക്ടർ പുരുഷോത്തമ ഭട്ട്, ഡോക്ടർ KT തോമസ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഷിബുവിന്റെയും സേവനം. അൾട്രാസൗണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിസിയോതെറാപ്പി വിഭാഗവും. BSSന്റെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത നഴ്സിംഗ്, ലാബ്, എക്സ്റേ, ECG ടെക്നീഷ്യൻ, 2 വർഷ പാരാമെഡിക്കൽ കോഴ്സുകളും. സെയിന്റ് തോമസ് ഹോസ്പിറ്റൽ, പുനലൂർ. ഫോൺ 222239. കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മയായ പത്തനാപുരം സെന്റർ ഓർത്തഡോക്സ് കൺവെൻഷന്റെ 3ാം ദിനം പിന്നിട്ടു. കൺവെൻഷൻ 26-ന് സമാപിക്കും. കൺവെൻഷന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന കുടുംബ സംഗമത്തിൽ ഫാമിലി കൌൺസിലർ ഫാദർ ജോസഫ് പുരയ്ക്കൽ നേതൃത്വം നൽകി. കല്യാണം കഴിഞ്ഞു ആദ്യ നാളുകളിൽ 1-ാം വർഷം ഭാര്യ പറഞ്ഞുകൊണ്ട് കിടന്നു, ഭർത്താവ് കേട്ടുകൊണ്ട് കിടന്നു. 2-ാം വർഷം ഭർത്താവ് പറഞ്ഞുകൊണ്ട് കിടന്നു, ഭാര്യ കേട്ടുകൊണ്ട് കിടന്നു. 3-ാം വർഷം രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, നാട്ടുകാർ കേട്ടുകൊണ്ടിരുന്നു. വീര്യം പോയി, ലഹരി പോയി. ഈ ലഹരിയുള്ള കുടുംബമാകും, വീര്യമുള്ള കുടുംബമാകും. അങ്ങനെ കുടുംബമാകണമെങ്കിൽ കാനായി നമുക്കറിയാം. കാനായിലെ കല്യാണ വീട്ടിൽ ലഹരി ഉണ്ടാകാൻ കാരണം യേശു ക്രിസ്തു നടുക്ക് നിന്നു, അവന്റെ അമ്മ വശത്തു നിന്നു. ആ വീടിന് എന്നും ലഹരിയുണ്ട്. ക്രിസ്തു നടുക്കും, അമ്മ വശത്തും. യേശു നടുക്ക് നിൽക്കുന്ന കുടുംബം.
കുടുംബം സമൂഹത്തിന്റെ അടിസ്ഥാനമാണെന്നും വീടുകളിലെ സമാധാനവും സുരക്ഷിതത്വവും നാടിനെ നന്മയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ കൽക്കട്ട ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിബന്യാസ്യോസ്, അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഓർത്തഡോക്സ് വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഒ തോമസ് മുഖ്യ പ്രസംഗം നടത്തി. സെൻട്രൽ കൺവെൻഷന്റെ ഏറ്റവും ആകർഷകമായ ഏഞ്ചൽസ് മീറ്റ് ശനിയാഴ്ച നടക്കും. കാലം ചെയ്ത മോർ ആൻഡ് മോർ ബെസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമൻ ബാബയുടെ അനുസ്മരണ സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് നടക്കും. മെയ് 26 കൺവെൻഷൻ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പാലരുവി വെള്ളച്ചാട്ടം വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. നീണ്ട 3 മാസങ്ങൾക്കു ശേഷമാണ് പാലരുവി സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചത്. നീണ്ട 3 മാസക്കാലമായി വനം വകുപ്പ് വിവിധ കാരണങ്ങൾ പറഞ്ഞ് വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. ആര്യങ്കാവിലും പരിസര പ്രദേശത്തും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത സാഹചര്യത്തിലാണ് വെള്ളച്ചാട്ടം തുറന്നു നൽകാൻ അധികൃതരെ പ്രേരിപ്പിച്ചത്. ഇതുകൂടാതെ പാലരുവി വിനോദസഞ്ചാര കേന്ദ്രം തകർക്കാൻ വനം വകുപ്പ് ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ സമരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. AAYF-ന്റെ നേതൃത്വത്തിൽ അടുത്ത കാലത്ത് പാലരുവിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പാലരുവിയിൽ സ്ത്രീകളുടെ സ്നാനഘട്ടത്തിൽ വെള്ളം എത്താത്തതിനെ തുടർന്നും മെയിന്റനൻസ് ജോലികൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്നുമാണ് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നതെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ വാദം. ന്യൂസ് ബ്യൂറോ, തെന്മല. വർഷങ്ങളായി ചിതറ ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തിവരുന്ന ഭുവനചന്ദ്രൻ തന്റെ ജീവിതം വഴിമുട്ടിച്ച് CPI-ക്കാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുന്നു. ജംഗ്ഷനിൽ CPI-ക്കാർക്കെതിരെ ബോർഡ് സ്ഥാപിച്ചാണ് ഭുവനചന്ദ്രൻ പ്രതിഷേധിക്കുന്നത്. ചിതറ ജംഗ്ഷനിൽ പെട്ടിക്കട നടത്തുന്ന ഭുവനചന്ദ്രനാണ് ജീവിക്കാനായി സമരം ചെയ്യുന്നത്. കടയ്ക്ക് മുന്നിൽ CPI പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരവും സ്തൂപവുമാണ് ഭുവനചന്ദ്രന്റെ ജീവിതം വഴിമുട്ടിച്ചത്. ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയിലാണ് CPI പ്രവർത്തകർ കടയ്ക്ക് മുന്നിലായി സ്തൂപവും കൊടിമരവും സ്ഥാപിച്ചത്. പിറ്റേന്ന് രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടമ ഇത് കാണുന്നത്. തുടർന്ന് CPI നേതാക്കളെ കണ്ട് പരാതി ബോധിപ്പിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. സ്തൂപം മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന്മേൽ CPI പ്രവർത്തകർ വഴങ്ങാതെ വന്നപ്പോൾ ഭുവനചന്ദ്രൻ ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. CPI പ്രവർത്തകർക്കെതിരെയുള്ള പ്രതിഷേധ സ്വരമാണ് ബോർഡിലുള്ളത്. മുൻപ് ചെറിയ പൈപ്പ് ഉപയോഗിച്ചുള്ള കൊടിമരം മാത്രമായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ടെലിഫോൺ പോസ്റ്റ് ഉപയോഗിച്ചുള്ള വലിയ കൊടിമരവും സ്തൂപവുമാണ് CPI-ക്കാർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതോടെ കട പൂർണ്ണമായും മറഞ്ഞു. കട മറഞ്ഞതോടെ വ്യാപാരവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയെങ്കിലും കട പൂർണ്ണമായും റോഡിലാണെന്ന CPI-ക്കാരുടെ പരാതിയെ തുടർന്ന് PWD അധികൃതർ ഭുവനചന്ദ്രനെതിരെ നടപടിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. തന്റെ കട എടുത്തു മാറ്റുകയാണെങ്കിൽ ചിതറ ജംഗ്ഷനിലെ മറ്റു കടകളും പൊളിക്കേണ്ടി വരുമെന്ന് ഭുവനചന്ദ്രൻ അറിയിച്ചു. ഇതോടെ PWD അധികൃതർ നടപടിയെടുക്കാതെ തിരിച്ചു പോവുകയായിരുന്നു. എന്റെ ജീവിതം മുട്ടിച്ചാണ് ഇപ്പോൾ ഒരു കൊടിമരവും ഒരു മണ്ഡപമൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇല്ലാത്ത സമയത്ത് രാത്രി ആണ് ഇത് ചെയ്തത്. രാവിലെ ഞാൻ വരുമ്പോഴത്തേന് കൊടിമരം കണ്ടതിന് ശേഷം ഞാൻ ഇവിടുത്തെ പാർട്ടിക്കാരുടെ എല്ലാവരെയും ചെന്ന് കാല് പിടിച്ച് പറഞ്ഞത് ഒന്ന് ഒതുക്കി തരണം, എൻ്റെ ജീവിത മാർഗമാണ്. 250 മീറ്ററുള്ള ജംഗ്ഷനിൽ 1.5 മീറ്ററേ ഉള്ള എൻ്റെ കട. അതിൻ്റെ മുമ്പാണ് 1 മീറ്ററിൽ അവർ കൊടിമരം ചെയ്തിരിക്കുന്നത്. എനിക്കെന്ന് പറയുന്ന മറ്റ് മാർഗമൊന്നുമില്ല ജീവിക്കാൻ. ഞാൻ പരാതികൾ കൊടുത്ത് വാർത്തയൊക്കെ വന്നതിന് ശേഷം അവർ എൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കണം. എൻ്റെ കട പുറംപോട്ടിരിക്കുകയാണെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. ഇന്നലെ PWD നാളിൽ വന്നു എന്നെ ഒഴിപ്പിക്കാൻ എന്നോട് പറഞ്ഞ ഇത് പരാതി ഒന്നും ഉണ്ട്. ഞാൻ പറഞ്ഞു സാറേ പരാതി ഉണ്ടതിന് കുഴപ്പമില്ല, ഞാൻ 20 വർഷം കൊണ്ട് ഈ ചിതറ ജംഗ്ഷനിൽ പുറംപോക്കി തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. പൊളികളെ പൊളിക്കാൻ കുഴപ്പമില്ല, എന്നെ മാത്രമായിട്ട് പൊളിക്കുകയാണെങ്കിൽ എൻ്റെ ജനകീയ സ്ഥാനത്ത് കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. അത് അവർ കേട്ട് അവർക്കത് മനസ്സിലായിക്കൊണ്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. റോഡരികിൽ കൊടിമരവും സ്തൂപവും സ്ഥാപിക്കരുതെന്ന് നിയമം നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ നിയമങ്ങൾ കാട്ടിൽ പറത്തി കൊടിമരവും സ്തൂപവും നിർമ്മിക്കുന്നു. കൊടിമരം സ്ഥാപിച്ച് തങ്ങളുടെ ശക്തി വിളിച്ചറിയിക്കുന്നവർ ജീവിക്കാനായി ഭുവനചന്ദ്രൻ നടത്തുന്ന സമരം കാണുന്നില്ല എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. അന്ധവിശ്വാസികളുടെ നാടായി കേരളം മാറിയെന്ന് VS അച്യുതാനന്ദൻ. മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഗ്രന്ഥശാലകൾക്ക് കഴിയുമെന്നും VS. ചിട്ടിതട്ടിപ്പ് കേസിലെ പ്രതി അഞ്ചൽ സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ഉമാമഹേശ്വരി ചിട്ടിഫണ്ട് ഉടമ വിജയകുമാർ. യുവാവിനെ ക്ഷേത്രക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പനയഞ്ചേരി സ്വദേശി മണിക്കുട്ടൻ.
പാലരുവിക്ക് പുതുജീവൻ. വെള്ളച്ചാട്ടം സഞ്ചാരികൾക്കായി വെള്ളിയാഴ്ച തുറന്നുകൊടുത്തു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്തറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിൽക്കോട്